ഇത് കണ്ടോണേ, അപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. എൻ്റെ പാവം പിടിച്ചൊരു പേരമരം ദേ അതിൻ്റെ ഇടയ്ക്ക് ഒരു മഞ്ഞ കളർ കാണുന്നുണ്ടോ? ആ പേരമരം ഒരു കൊമ്പ് അങ്ങോട്ട് ചാഞ്ഞു നിന്നു. അപ്പോൾ ബാക്കി പറയാമേ. ഇത് കണ്ട, ഈ പേരമരത്തിൻ്റെ കൊമ്പ് കണ്ട, ഈ കൊമ്പ് ഒരു പെണ്ണിനെ കൊണ്ട് മുറിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് വേണ്ട, നമ്മുടെ തെങ്ങിലേക്കാണ് ഇവർ അയ കെട്ടിയിരിക്കുന്നത്. അതൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ആ കൊമ്പൊക്കെ കണ്ടോ, അതെല്ലാം നമ്മളെ പറമ്പില്ല, അതും അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇത് ആരെക്കൊണ്ട് മുറിക്കാൻ പറ്റുള്ളൂ? ചുമ്മാ നിന്നൊരു പേരമരത്തിൻ്റെ കൊമ്പിനെ ഇതിൽ ഒരു പേരയൊക്കെ കിളിർത്ത് വന്നു. എന്നോടുള്ള ദേഷ്യത്തിന്, ഇത് കണ്ട, എന്നോടുള്ള ദേഷ്യത്തിന് ചേട്ടായി ആ പേര് കൊമ്പങ്ങ് വലിച്ചൊടിച്ചു. ഈ മതിലങ്ങ് കെട്ടിപ്പൊക്കിയാൽ പിന്നെ പ്രശ്നം തീർന്നല്ല. ചേട്ടൻ്റെ ഇങ്ങോട്ടേക്ക് വരില്ലല്ല. ചേട്ടൻ എന്നെ എന്തോ ചെയ്യും പിടിക്കും എന്നൊക്കെ പറഞ്ഞത് ചേട്ടൻ ആ പേരമരത്തിൻ്റെ കൊമ്പിലങ്ങ് ചെയ്തു. ഞാൻ ചോദിച്ചപ്പോൾ ചേട്ടൻ അങ്ങ് അകത്ത് കയറി കളഞ്ഞു. എൻ്റെ അമ്മേനെയും വിളിച്ചുകൊണ്ട് ബാ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. പേടിച്ചല്ല, വേറെ പറയാനില്ലല്ലോ, പൊട്ടിച്ചു പോയില്ലേ, ഇനിയെല്ലാം പറയാൻ പറ്റുമോ? വേറെ പ്രശ്നത്തിനൊന്നും ഞാൻ പോണില്ല. പക്ഷെ വീഡിയോ എടുത്ത് വെച്ചു. കാരണം ചേട്ടൻ എന്താ ചെയ്യാൻ ഇനി ഉദ്ദേശിക്കുന്നതെന്നറിയില്ലല്ലോ. വേറെ ഒരു മരം ഇങ്ങോട്ടില്ല. കാരണം എൻ്റെ പ്ലാവെല്ലാം അങ്ങോട്ടാണ് നിൽക്കണേ. ഒരു പ്ലാവ് ഇല്ല, ആ പ്ലാവും അങ്ങോട്ടാണ് നിൽക്കണേ. തെങ്ങുകളെല്ലാം അങ്ങോട്ടാണ് നിൽക്കണേ. ചേട്ടന് പിന്നെ കൈവെട്ടി നല്ല പ്രാക്ടീസുള്ളതുകൊണ്ട് ചേട്ടന് ഈ കൊമ്പ് വെറും നിസ്സാരമാണല്ലോ. ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പുറത്തെ കൊമ്പൊക്കെ ഇപ്പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ ഞാനൊന്നും പറയില്ല. അപ്പുറത്തെ എന്തോ പുളികളും അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ എല്ലാവരുടെയും ഇങ്ങോട്ടൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. സ്വാഭാവികം. ഇവിടെ നിൽക്കുന്ന പേരൊന്നും ഇങ്ങോട്ട് ഒടിഞ്ഞില്ല. അവിടെയും ഒരു പേരമുണ്ട്. എൻ്റെ ചെടികൾ തൊട്ടാൽ പോലും എനിക്ക് വിഷമം ഉണ്ടാവില്ല. പക്ഷേങ്കിൽ എൻ്റെ മരം തൊട്ടത് എനിക്ക് ഭയങ്കര വിഷമമാണ്. ചേട്ടൻ ചെടികളോടൊക്കെ ഇങ്ങനെ ക്രൂരത കാണിക്കുക എന്താണെന്നറിയില്ല. കണ്ട, ഇവിടെ നിൽക്കുന്ന അവോക്കാഡോ പോലും മറിഞ്ഞ് വീണിട്ടില്ല. അപ്പോൾ ഈ പെരുമഴയത്ത് പേരക്കൊമ്പ്, അത്രയും കട്ടിയുള്ള പേരക്കൊമ്പ് എങ്ങനെ വീണെന്നറിയില്ല. ഇതൊക്കെ ഒന്ന് സപ്പോർട്ട് പോലും ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പക്ഷേങ്കിൽ എങ്ങനെ ഒടിഞ്ഞു? ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. അപ്പോൾ ചേട്ടനെ ഒന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. ഇതല്ല, ദേ ആ തലക്കിലുള്ള ചേട്ടനാണ് വീട്. അതാണ് ചേട്ടൻ്റെ. ആ ചേട്ടനാണ് പ്രശ്നം കുറച്ച് കൂടുതലെന്ന് എന്നോട് എന്നെ തകർക്കും പിടിക്കും എന്നൊക്കെ പറഞ്ഞത് ആ ചേട്ടനാണ്. ആ ചേട്ടൻ്റെ വീട്ടിലെ മരങ്ങളൊക്കെ കണ്ട് എല്ലാം നമ്മൾ ഇപ്പുറത്തോട്ടാണ് നിൽക്കുന്നത്. അതിന് ഞാനൊന്നും പറയാറില്ല. ചേട്ടൻ്റെ മരം